സംസ്ഥാനത്തെ ആശുപത്രികളിൽ 24/7 സ്പെഷ്യാലിറ്റി സേവനം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തത് തിരിച്ചടിയാവുകയാണ്. പല ജനറൽ ആശുപത്രികളിലും പരിമിതമായ ഡോക്ടർമാരുടെ സേവനം മാത്രമേ ഉള്ളൂ. ഇവരെ വെച്ചുള്ള 24/7 സ്പെഷ്യാലിറ്റി സേവനം തിരിച്ചടിയാകും എന്നാണ് വിലയിരുത്തൽ. ജനറൽ ആശുപത്രികളിൽ സ്പെഷ്യാലിറ്റി സേവനം നടപ്പിലാക്കുമെന്ന് ആരോഗ്യമന്ത്രിയാണ് പ്രഖ്യാപിച്ചത്. പ്രായോഗിക തലത്തിൽ ഇത് വലിയ രീതിയിൽ തിരിച്ചടി നേരിടുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. നിലവിൽ പരിമിതമായ ഡോക്ടർമാർ മാത്രമാണ് ഓരോ ജനറൽ ആശുപത്രികളിലും ഉള്ളത്. 24/7 സ്പെഷ്യാലിറ്റി സേവനം ഉറപ്പാക്കുമ്പോൾ വലിയ തോതിൽ മാനവ വിഭവശേഷി ഉറപ്പാക്കേണ്ടി വരും. പല ജില്ലാ ജനറൽ ആശുപത്രികളിലും സ്പെഷ്യാലിറ്റികളിലും നിലവിൽ 3-4 വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഇതുകൊണ്ട് പൂർണ്ണ സേവനം ഉറപ്പാക്കാൻ സാധിക്കില്ല. ആരോഗ്യവകുപ്പിൽ 700ഓളം ഡോക്ടർമാരുടെ ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇതിൽ 300 ഒഴിവുകൾ സ്പെഷ്യാലിറ്റി കേഡറിലാണ്. സമയബന്ധിതമായി പ്രൊമോഷനുകളും കേഡർ പ്ലേസ്മെന്റുകളും നടക്കാത്തതാണ് ഈ പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണം. കൂടാതെ ജനറൽ കേഡറിൽ 476ഉം അഡ്മിനിസ്ട്രേറ്റീവ് കേഡറിൽ 23 ഒഴിവുകളുണ്ട്. ഇതോടൊപ്പം വിവിധ ജില്ലകളിലെ ആശുപത്രികളിലായി അത്യാഹിത വിഭാഗങ്ങളുടെ ഡോക്ടർമാരുടെ ഒഴിവുകൾ കാരണം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർക്ക് കാഷ്വാലിറ്റി ഡ്യൂട്ടി കൂടി നോക്കേണ്ടി വരുന്നുണ്ട്. ഇത് സ്പെഷ്യാലിറ്റി സേവനങ്ങൾ മുടങ്ങുന്നതിന് കാരണവുമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ പദ്ധതിക്ക് ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കുക എന്നത് ദുഷ്കരമാകും. അല്ലാത്തപക്ഷം നിലവിലെ ഡോക്ടർമാർക്ക് കൂടുതൽ സമയം അധികം ജോലി ചെയ്യേണ്ടി വരും. ഇതും അപ്രായോഗികമാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ പദ്ധതി വിജയകരമായി നടപ്പിലാക്കണമെങ്കിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പാക്കിക്കൊണ്ട് വേണം നടപ്പിലാക്കേണ്ടത്. ഇതിനായി മുടങ്ങിക്കിടക്കുന്ന നിയമനങ്ങൾ പൂർത്തിയാക്കണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.